നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം. മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി യോഗം നടത്തി. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സർക്കാർ അനാഥമാക്കിയെന്ന PK ഫൈസൽ. കാഞ്ഞങ്ങാട് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. തന്ത്രി പടിഞ്ഞാറെ ഇല്ലത്ത് കേശവ് പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പുല്ലൂർ തടത്തിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ തരിശിട്ട 5 ഏക്കർ പാടത്ത് കൃഷിയിറക്കി. ഉമാ നെൽവിത്തിട്ട് പൊന്നു വിളയിക്കാനാണ് കൈരളി പുരുഷ സ്വയം സഹായ സംഘം ലക്ഷ്യമിടുന്നത്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. നമ്മുടെ റോഡും റെയിൽവേയോ ടെലിഫോൺ ടവറും വൈദ്യുതി ടവറും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട് നഗരത്തിൽ പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങളെയും ചരക്ക് വാഹനങ്ങളെയും തടഞ്ഞു. കാഞ്ഞങ്ങാട്ട് നടന്ന പ്രകടനം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും നഗരം ചുറ്റി കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വേതനവുമായി ബന്ധപ്പെട്ട കാര്യമായാലും ശരി, പണിയെടുക്കുന്ന ആളുകൾക്ക് പണിയെടുക്കാൻ കഴിയാത്ത പ്രായമാകുമ്പോൾ അവർക്ക് അനുവദിക്കേണ്ടതായിട്ടുള്ള പെൻഷനെ കുറിച്ചുള്ളതായാലും ശരി, തൊഴിൽ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി, യുവാക്കളെ ബാധിക്കുന്ന തൊഴിൽ അവകാശമായിരുന്നാലും ശരി, ഇതെല്ലാം തന്നെ നമ്മൾ ഈ പണിമുടക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്തെ കർഷകർ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾക്കെതിരായിട്ടാണ് സമരം തുടങ്ങിയത്. അത് ഏതാണ്ട് 1 വർഷത്തിലേറെ നീണ്ടു നിന്നു. അപ്പോൾ ആ നിയമം പിൻവലിക്കുന്നതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ സമരം അവസാനിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവരുദ്ദേശിച്ച കാര്യങ്ങൾ ആ നിയമം പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ പോലും നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സമരത്തിൽ 500ഓളം വരുന്ന കർഷക സംഘടനകൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഇന്നോളം പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ ആകെമാനമുള്ള കർഷകരടക്കം ഈ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് ഈ പണിമുടക്ക് സമരം നടത്തുന്നത്. KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. VV രമേശൻ, A മാധവൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കാറ്റാടി കുമാരൻ, കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, M രാഘവൻ, സന്തോഷ്, KV വിശ്വനാഥൻ, T കുട്ടിയൻ എന്നിവർ സംസാരിച്ചു. MR ദിനേശൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് UDTFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും മാന്തോപ്പ് മൈതാനിയിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പണിമുടക്ക് കാഞ്ഞങ്ങാട് മേഖല UDTFന്റെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിൽ നിന്ന് പ്രകടനവും തുടർന്ന് മാന്തോപ്പ് മൈതാനിയിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗം INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. മരിക്കണമോ എന്ന ഗുരുതരമായ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നടന്ന സമരമാണ്. ഈ സമരത്തിന് കക്ഷി രാഷ്ട്രീയം പ്രശ്നമല്ല, ആര് ഭരിച്ചാലും
ഭരണകക്ഷി നമുക്ക് തൊഴിലാളികൾക്കെതിരായി നിലപാട് സ്വീകരിച്ചാൽ നമ്മൾ അവർക്കെതിരായി നിൽക്കണം. ആ പ്രഖ്യാപിതമായ നയമാണ് INTUC, STU, HMS അടക്കമുള്ള തൊഴിലാളി സംഘടന. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. കേരളത്തിൽ ഓൾ ഇന്ത്യ ബേസിൽ നമ്മൾ പറഞ്ഞ കേരളത്തിൽ നമ്മൾ ഈ ഏകപക്ഷീയമായി നിൽക്കുന്ന തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റ് അവരുടേതാണെങ്കിൽ CPM-ന്റേതാണെങ്കിൽ ആ CPM-ന്റെ നയത്തെ വെള്ളപൂശുന്ന നിലപാട് നമുക്ക് പറ്റത്തില്ല. യൂനുസ് വടകരമുക്ക് അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ VP പ്രദീപ് കുമാർ, MP ജാഫർ, CV തമ്പാൻ, N ഗംഗാധരൻ, KP ബാലകൃഷ്ണൻ, PV ചന്ദ്രശേഖരൻ, LK ഇബ്രാഹിം, കരീം കുശാൽ നഗർ, M കുഞ്ഞികൃഷ്ണൻ, KV ഗോപകുമാർ, CO സജി, ലത സതീഷ്, സിന്ധു ബാബു, ജാഫർ മൂവാരിക്കുണ്ട്, PV ബാലകൃഷ്ണൻ, കുഞ്ഞാമത് കല്ലൂരാവി, ഗാലിദ് പടന്നക്കാട്, P ബാലകൃഷ്ണൻ, പുഷ്പൻ ചാങ്ങാട്, നാരായണൻ മടിക്കൈ, അശോക് ഹെഗ്ഡെ, A പുരുഷോത്തമൻ, ഭാസ്കരൻ നായർ, രാജൻ ഐങ്ങോത്ത്, ജലീൽ കാർത്തിക തുടങ്ങിയവർ സംസാരിച്ചു. PV ചന്ദ്രശേഖരൻ സ്വാഗതവും LK ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ പൂർണ്ണം. കേരള സർക്കാരുകളുടെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങളെന്നാരോപിച്ച് പണിമുടക്കിയ തൊഴിലാളികൾ പടന്നയിൽ ഐക്യജനാധിപത്യ ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയായ UDTF-ന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മൂസ ഹാജി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളും INTUC, STU, HMS തുടങ്ങിയ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി ഉദ്ഘാടനം ചെയ്തു. ബുദ്ധി നമ്മുടേതാണ്, നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഈ മൈക്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ഡെസ്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, നമ്മളിരിക്കുന്ന കസേര ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ലോകമാന ജനങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയത് തൊഴിലാളികളാണ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഉണ്ടാക്കിയതും നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കൊയ്യും വയലുകളെല്ലാം തിന്നുന്നത് ബാക്കി വരുന്ന 40 കോടി ജനങ്ങളാണ്. 100 കോടി ജനങ്ങൾ ഉണ്ടാക്കിയ ഈ ഭക്ഷ്യവസ്തുക്കളും ഉൽപാദന പ്രക്രിയയും കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അവർ ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല. പക്ഷേ ഉൽപാദിപ്പിക്കുന്ന, അധ്വാനിക്കുന്ന ബുദ്ധിയും ശരീരവും ഈ ലോകത്തിന്, ഈ മാനവ സമൂഹത്തിന്, ഈ രാജ്യത്തിന് അർപ്പിച്ച നമ്മളെ പുച്ഛിച്ച് രണ്ടാം തരക്കാരാക്കി അവർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മൊത്തം കൈയടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KM ശ്രീധരൻ, UDTF നിയോജക മണ്ഡലം ചെയർമാൻ ഷംസുദ്ദീൻ IT എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ഷംസീർ മണിയനൊടി, TKC മുഹമ്മദ് അലി ഹാജി, UC മുഹമ്മദ് കുഞ്ഞി, NK കുഞ്ഞിരാമൻ, PK താജുദ്ദീൻ, NC രാജു, K മോഹനൻ, നാസർ നെല്ലിക്കാൽ, MK അഷ്റഫ്, കൃഷ്ണൻ മാടായി, PP അഷ്കർ, മുത്തലീബ്, VK ഷാനിബ്, TP മുത്തലീബ്, P സുധാകരൻ, A വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശീയ പണിമുടക്ക് ദിനത്തിൽ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഒറ്റയാൾ പ്രതിഷേധ സമരത്തിലൂടെ ശ്രദ്ധേയനായ ഹോട്ടൽ തൊഴിലാളി അശോകൻ പെരിങ്ങാരയുടെ ശയന പ്രദക്ഷിണം. ചീമേനി മുക്കടപ്പാലത്തിന് മുകളിലൂടെ 100 മീറ്റർ ദൂരമാണ് ടാർ റോഡിൽ അശോകൻ ശയന പ്രദക്ഷിണം നടത്തിയത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ 24 മണിക്കൂർ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായാണ് അശോകൻ പെരിങ്ങാര ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത്. വിവിധ സംഘടനകളുടെ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയാണ് മുക്കടപ്പാലത്തിലെ 100 മീറ്റർ ദൂരം അശോകൻ ശയന പ്രദക്ഷിണം നടത്തിയത്. വിലക്കയറ്റം തടയുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ അശോകൻ പെരിങ്ങാര ശയന പ്രദക്ഷിണം നടത്തിയത്. വിലക്കയറ്റം തടയുക, കേന്ദ്ര നയം തിരുത്തുക.
പാചകവാതക വിലവർദ്ധനവ്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ചീമേനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൾ സമരം നടത്തിയിരിക്കുകയാണ് അശോകൻ പെരിങ്ങാര. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യം. മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി യോഗം നടത്തി. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള സർക്കാർ ആതുരാലയങ്ങൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നുവെന്നും സർക്കാർ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുവരെ ഇല്ല എന്ന് തെളിയിക്കുന്ന വീഡിയോകൾ മന്ത്രി അഭിമാനത്തോടെ പ്രചരിപ്പിക്കേണ്ടി വരുന്ന നാണം കെട്ട അവസ്ഥയിൽ രാജികൊണ്ടല്ലാതെ അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്നും പോലീസ് സംരക്ഷണത്തിൽ എത്ര കാലം കഴിയാനാകുമെന്നവർ ചിന്തിക്കണമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗവും മണ്ഡലം ലീഗ് പ്രസിഡന്റുമായ ബഷീർ വെള്ളിക്കോത്ത് അഭിപ്രായപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ സമര പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ രംഗവും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യരംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അരുതായ്മകളുടെയും ആരോഗ്യരംഗം പരിപൂർണമായി പരാജയപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട അടിസ്ഥാന വർഗം ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ മരുന്നില്ലാതെ, ഉപകരണങ്ങളില്ലാതെ, ശസ്ത്രക്രിയകളില്ലാതെ, മറ്റു ചികിത്സകളില്ലാതെ രോഗികൾ പൊറുതിമുട്ടുന്നുവെന്ന് മാത്രമല്ല, രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്നവർ ശുചീകരണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ശുചീകരണശാല ഇടിഞ്ഞു വീണ് പാവപ്പെട്ട ഒരു സ്ത്രീ, ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചു പോകുന്ന അവസ്ഥ മാത്രമല്ല, അങ്ങനെ ഒരാളെ കാണാനില്ല. അവിടെ തിരയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളും മന്ത്രിയും അടക്കം നിന്നുകൊണ്ട് അങ്ങനെ ഒരാൾ അവിടെ പെട്ടിട്ടില്ല. ആ കെട്ടിടത്തിൽ ആരും മൂത്രമൊഴിക്കാൻ പോകാറില്ല, ആ കെട്ടിടത്തിൽ ആരും മരണപ്പെട്ടു പോകില്ല എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ ജീവൻ കവർന്നെടുത്ത അത്യന്തം ദുഃഖകരമായ സാഹചര്യം കൂടി ഈ സംസ്ഥാനത്ത് സംജാതമായപ്പോഴാണ് ഈ ഈ കപ്പൽ ഉലയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി നയിക്കുന്ന കപ്പൽ ഉലയുകയല്ല, ഇവിടെ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പലിനെ രക്ഷിക്കാൻ ഈ മന്ത്രി രാജിവെച്ചാലേ മതിയാകൂ. മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് നദീർ കോത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റമീസ് ആറങ്ങാടി സ്വാഗതം പറഞ്ഞു. കെ ബദ്രുദ്ദീൻ, ഷംസുദ്ദീൻ ആവിയിൽ, AP നൌഷാദ്, CK റഹ്മത്തുള്ള, യൂനുസ് വടകരമുക്ക്, സിദ്ദീഖ് കുശാൽ നഗർ, അയൂബ് ഇക്ബാൽ നഗർ, റഷീദ് ഹോസ്ദുർഗ്, സലാം മീനാപ്പീസ്, ആസിഫ് മാണിക്കോത്ത്, ഹാരിസ് ബദരിയ നഗർ, അസ്കർ അദിഞ്ഞാൽ, PM ഫറൂഖ്, ഗഫൂർ മുറിയനാവി, സിദ്ദീഖ് ഞാണിക്കടവ്, കരീം കുശാൽ നഗർ, ആസിഫ് ബല്ലാക്കടപ്പുറം, റംഷീദ് തോയമൽ എന്നിവർ സംസാരിച്ചു. ജബ്ബാർ ചിത്താരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്നതെന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിപ്പോയാൽ ജീവൻ ബാക്കിയുണ്ടാവില്ലെന്ന് സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ സജി ചെറിയാൻ തന്നെ പറയുന്നുവെന്നും അതുകൊണ്ടാണ് മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആതുര ശുശ്രൂഷ രംഗത്തിന്റെ യഥാർത്ഥ ചിത്രമാണ് പുറത്തുവരുന്നതെന്ന് തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ സുരേന്ദ്രൻ പറഞ്ഞു. രണ്ട് മന്ത്രിമാർ പറഞ്ഞു ഇതിനകത്ത് ആരുമില്ല. ആ സഹോദരി സ്വന്തം ശ്വാസം സംരക്ഷിക്കാൻ, ജീവൻ സംരക്ഷിക്കാൻ അവിടെ പാടുപെടുകയായിരുന്നു. മനസാക്ഷിയില്ല, ഒരു നടപടിയുമില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആർക്കും കൊടുക്കരുത്. ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ കൊടുത്താൽ അവനെ ജയിലിലടക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. ഈ സർക്കാർ
3 കൊല്ലം വരെ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇത് കേരളത്തിലാണ് നടന്നത്. ഇത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ, നാണം കെട്ട ജാതികൾ, അവന്മാരിവിടെ കേരളം കുട്ടിച്ചോറാക്കുമായിരുന്നില്ലേ? ഒരക്ഷരം വേണ്ടിയോ അവരാണെങ്കിൽ? നമ്മുടെ നാട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു മലയാളികൾ. ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു നമ്മുടെ കുട്ടികൾ. നിങ്ങൾ നോക്കൂ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പൊട്ടിത്തെറി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ? പുക അടക്കാൻ പറ്റുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിട്ട് എത്തിയവരെ കെ സുരേന്ദ്രൻ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി.വി. ഷിബിൻ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വനി മുഖ്യപ്രഭാഷണം നടത്തി. എം. ഭാസ്കരൻ, എം. ബൽരാജ്, പി.ആർ. സുനിൽ, സാഗർ ചാത്തമത്ത്, ടി. കുഞ്ഞിരാമൻ, ഇ. അനുപ്രിയ, എം. ശ്യാമപ്രസാദ്, കെ. രമേശൻ, ഇ. എം. സോജു, കെ. പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. പുതുതായി ബി.ജെ.പിയിൽ ചേർന്നവരെ ആനയിച്ച് ടൗണിൽ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. തന്ത്രി പടിഞ്ഞാറെ ഇല്ലത്ത് കേശവ് പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. മന്ത്രി പടിഞ്ഞാറെ ഇല്ലത്ത് കേശവ് പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് നവീകരണ ബ്രഹ്മകലശം നടത്തുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ജൂൺ മാസം 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ സ്വർണ്ണപ്രശ്നം നടത്തിയിരുന്നു. അതുപ്രകാരം ആണ് ഇന്നിവിടെ ഈ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തിയത്. ഇന്ന് ഏകദേശം നല്ല ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് വി വിജയൻ, സെക്രട്ടറി കെ.ജി. പ്രഭാകരൻ, ട്രഷറർ കെ.വി. ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കെ.വി. രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ബി. ചന്ദ്രൻ, ക്ഷേത്രം കർമ്മി എം. രാഘവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ തടത്തിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ തരിശിട്ട 5 ഏക്കർ പാടത്ത് കൃഷിയിറക്കി. ഉമാ നെൽവിത്തിട്ട് പൊന്നു വിളയിക്കാനാണ് കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ലക്ഷ്യം. പുല്ലൂർ തടത്തിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തരിശിട്ട 5 ഏക്കർ പാടത്ത് കൃഷിയിറക്കുന്നത്. കേളോത്ത് പാടശേഖരത്തിന് കീഴിലെ കാഞ്ഞിരപ്പള്ളി ഇല്ലത്ത് ശങ്കരൻ മാഷ്, കെ. ഭാസ്കരൻ, പി. കാർത്യായനി, രാധാകൃഷ്ണൻ, സുരേന്ദ്രൻ പഴയപുരയിൽ, മാധവി വള്ളംതട്ട, തങ്കമണി, ശ്രീധരൻ വിഷ്ണുമംഗലം തുടങ്ങി വിവിധ ആളുകളുടെ നേതൃത്വത്തിലാണ് 5 ഏക്കറോളം വരുന്ന പാടശേഖരം തരിശായി കിടന്ന വയലിൽ ഉമവിത്തിട്ട് പൊന്നു വിളയിക്കാനാണ് കൈരളി പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി. കെ. അരവിന്ദാക്ഷൻ ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പൈതൃകവും പാരമ്പര്യവും എന്ന രീതിയിൽ കൃഷിയോടുള്ള ആത്മബന്ധം ഉയർത്തിപ്പിടിക്കാനാണ് കൈരളി പുരുഷ സഹായ സംഘം വലിയൊരു സന്ദേശം ഈ നാടിന് നൽകുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമുക്കറിയുന്ന പോലെ നമുക്ക് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഈ കാർഷിക ഭൂമിയുടെ കൃഷിയുടെ വിസ്തൃതി കുറഞ്ഞു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രതിരോധം എന്ന നിലയിൽ ഇങ്ങനെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തുന്നത്. ജവഹർ പുരുഷ സഹായ സംഘത്തിലെ എല്ലാ അംഗങ്ങളും കൃഷിയുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകൾ എന്ന നിലയിൽ കൈരളി പുരുഷ സഹായ സംഘത്തിൻ്റെ എല്ലാ ആളുകളും കൃഷിയുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ആളുകൾ എന്ന നിലയിൽ വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുമായിട്ട് സഹകരിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും ഇത്തരം നല്ല പരിപാടികളുമായി കൈരളി പുരുഷ സഹായ സംഘത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും പൂർണ്ണ പിന്തുണ ഈ കൃഷിക്കുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഈ മേഖലയിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ടത് കൂടുതൽ വിസ്തൃതിയിലേക്ക് മാറ്റാനും കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നടിയിൽ ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. കൃഷി ഓഫീസർ ജയപ്രകാശ്, കൃഷി അസിസ്റ്റന്റ് മണികണ്ഠൻ, പാടശേഖര സമിതി സെക്രട്ടറി പി. ദാമോദരൻ, ശങ്കരൻ മാസ്റ്റർ, ശ്രീധരൻ മാസ്റ്റർ, സംഘം പ്രസിഡന്റ് കെ. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 13-ാം വാർഡ് മെമ്പർ പി. പ്രീതി അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി കെ. കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയിൽ വയലാക്കുളത്തിൽ ആരംഭിച്ചു.
ഹോസ്ദുർഗ സബ് ഇൻസ്പെക്ടർ MTP സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനം മാക്കിയിൽ വയലാക്കുളത്തിൽ ആരംഭിച്ചു. ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ MTP സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നല്ലൊരു കുളമാണ്. നീന്തൽ ഒരു മത്സരം വെക്കാൻ പറ്റിയൊരു കുളമാണ്. അതേപോലെ തന്നെ അപകട സാധ്യതയുണ്ട്. ആഴം കൂടിയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ അടുത്ത വർഷം കുറച്ച് കല്ല് പാകിയാൽ നല്ലൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ കുറേ കാലം ഏകദേശം ഒരു മഴ സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കല്ല് പാകി ചെറിയൊരു 10,000 രൂപ ചിലവാക്കിയാൽ നല്ലൊരു സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് തന്നെ മാറ്റാം. അതുമാത്രമല്ല വെള്ളം ഏത് സമയത്തും വെള്ളം ഇടുന്ന ഓവർഫ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് ശുദ്ധജലവും കിട്ടും. സ്വിമ്മിംഗ് പൂളാകുമ്പം ഒരുപാട് കെമിക്കലിട്ട വെള്ളമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. നമുക്ക് അഥവാ കുറച്ച് കുടിച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലബ് പ്രസിഡന്റ് C. നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, കരുണാകരൻ കുന്നത്ത്, PV ജനാർദ്ദനൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രാജൻ കുഴിഞ്ഞടി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മിഥുൻ രാജ് P നന്ദിയും പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പരിശീലനം. നിരവധി കുട്ടികളാണ് പരിശീലനത്തിനായി എത്തിച്ചേർന്നത്. കുട്ടികളെ വിവിധ ബാച്ചുകളിലായി തിരിച്ചാണ് പരിശീലനം നൽകുന്നത്. നീന്തൽ വിദഗ്ധനായ ഷമ്മിയാണ് പരിശീലകൻ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിലെ തളർന്ന ആരോഗ്യ മേഖലയെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ശോച്യാവസ്ഥ മാറ്റി പാവപ്പെട്ടവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആശുപത്രി പരിസരത്ത് നടന്ന ധർണാ സമരം KPCC സെക്രട്ടറി M. അസിനാർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ആശുപത്രി ജംഗ്ഷനിൽ ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത്, പ്രിൻസിപ്പൽ SI GO സദാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമായതോടെ സംഘർഷം ഉടലെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയതോടെ താലൂക്ക് ആശുപത്രി ഗേറ്റിന് മുന്നിൽ ധർണ ആരംഭിച്ചു. ധർണാസമരം KPCC സെക്രട്ടറി M. അസിനാർ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരെ കടത്തിവിടാതെ സമരം നടത്തിയ ആ അധികാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും പ്രതീകമല്ല ഞങ്ങൾ ഇവിടുത്തെ രോഗികളുടെ സൗകര്യം നിഷേധിക്കാതെ, ഇവിടുത്തെ ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കാതെ ഞങ്ങളുടെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ഈ സമരപരിപാടി നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടകൻ എന്ന നിലയിൽ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ ഞാൻ വളരെ മുമ്പിൽ നിന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിരുന്നു, ഞങ്ങളിത് ധർണയാണ്. പക്ഷേ ധർണ എന്ത്, പിക്കറ്റിംഗ് എന്ത് എന്ന് ഇന്നലെ DYFIക്കാരന്റെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്ത് മാത്രം ശീലമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചറിയാത്തതാണ് ഇവിടെ അനാവശ്യമായ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് 8 മാസത്തിനപ്പുറം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കില്ല എന്ന ഉത്തമ ബോധ്യമെങ്കിലും നിലനിവിടെ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷവും നിങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ തലയിൽ തലച്ചോറല്ല എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നിങ്ങളുടെ നാട്ടിന്ത്യക്കാരും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തിനാണ് ഞങ്ങൾ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ അനാസ്ഥയും കുറ്റകരമായ നീക്കങ്ങളും അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ജില്ലാ ഏകോപന സമിതി അംഗം K. ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K. സിന്ധു, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C. രവി, KV ജതീന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റുമാരായ M. രജീഷ് ബാബു, K. അശോകൻ, K. ജയരാമൻ, ബ്ലോക്ക് ഭാരവാഹികളായ E. രാജേന്ദ്രൻ, K. കുഞ്ഞമ്പു, PK താജുദ്ദീൻ, M. അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം USS വിജയികൾക്കുള്ള അനുമോദനം നടന്നു.
ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം USS നേടിയ കുട്ടികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരാളായിട്ടുള്ള ആളുകളല്ലേ, ഒന്നിച്ചുള്ള ആളുകളല്ലേ ഇവിടെ ഇരിക്കുന്നതിന് USS ഉന്നത വിജയം കരസ്ഥമാക്കി വിജയിച്ച വിജയികൾക്കുള്ള അനുമോദനമാണ്. നമുക്ക് എല്ലാവർക്കും വാങ്ങണ്ടേ? വാങ്ങണം. ഈ എണ്ണം മതിയോ? പോരാ. അപ്പൊ അടുത്തേക്ക് വാങ്ങൂല എല്ലാവരും? ഒക്കെ പറ. അപ്പൊ അടുത്തേക്ക് ഞാനില്ലെങ്കിലും ഞാൻ ഈ സ്കൂളിന്റെ സമീപത്തായാലും എനിക്ക് അറിയാൻ വേണ്ടി പറ്റും എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അക്കാദമികപരമായും ഭൗതികപരമായും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രമുഖ സാഹിത്യകാരൻ നാലപ്പാടം പത്മനാഭൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് P. വിനോദ് അധ്യക്ഷത വഹിച്ചു. LSS USL പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല കുട്ടികൾ, നല്ല വിദ്യാഭ്യാസം, നല്ല കുട്ടികൾ, നല്ല ഇതിലെ കുട്ടികൾ തന്നെയാണ് നിങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വർഷം ഇതിനേക്കാളും മികച്ച വിജയം നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KV രാജൻ, K. ഉമാദേവി എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ T. വിഷ്ണു നമ്പൂതിരി സ്വാഗതവും വിദ്യാരംഗം കൺവീനർ രമ്യ KV നന്ദിയും പറഞ്ഞു. 11 കുട്ടികൾ USSഉം 10 കുട്ടികൾ LSS സ്കോളർഷിപ്പിനും അർഹത നേടി. LSS നേടിയ കുട്ടികളെ പ്രവേശനോത്സവ ദിവസം അനുമോദിച്ചിരുന്നു. ബഷീർ കൃതികളെ പരിചയപ്പെടുത്തുകയും ഇന്നത്തെ കാലത്ത് ബഷീർ കൃതികളുടെ പ്രസക്തിയെക്കുറിച്ച് നാലപ്പാടം പത്മനാഭൻ സംസാരിക്കുകയുമുണ്ടായി. ബഷീർ കൃതികളുടെ പ്രദർശനം, ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രപ്രദർശനം, സ്കിറ്റ്, ബഷീർ കഥകളുടെ രംഗാവിഷ്കാരം തുടങ്ങിയവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കർഷക സംഘം അജാനൂർ വില്ലേജ് സമ്മേളനം വെള്ളിക്കൂത്ത് AKG ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം K. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം അജാനൂർ വില്ലേജ് സമ്മേളനം വെള്ളിക്കൂത്ത് AKG ഭവനിൽ വെച്ചാണ് നടന്നത്. ജില്ലാ കമ്മിറ്റി അംഗം K. മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ കാട്ടുകുളങ്ങര രക്തസാക്ഷി പ്രമേയവും K. കൃഷ്ണൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ സ്വാഗതം പറഞ്ഞു. K. രാധാകൃഷ്ണനെ പ്രസിഡന്റായും മനോജ് കാരക്കുഴിയെ സെക്രട്ടറിയായും K. കൃഷ്ണൻ മാസ്റ്ററെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം യൂത്ത് ലീഗ് മേൽപ്പറമ്പിൽ സമരാഗ്നി സംഘടിപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. ജില്ലാ ട്രഷറർ MB ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ സർക്കാർ സ്പോൺസേഡ് ദുരിതമാണ് നടക്കുന്നതെന്നും ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചിട്ട് 10 വർഷമായിട്ടും ഇപ്പോഴും അതൊരു സ്മാരകം പോലെ പാതി വഴിയിൽ നിൽക്കുകയാണെന്നും OP വിഭാഗം മാത്രം പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജായി മാറ്റിയെന്നും DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. ആരോഗ്യമേഖലയോടുള്ള സർക്കാർ അനാസ്ഥയ്ക്കെതിരെ KPCCയുടെ ആഹ്വാനപ്രകാരം 2ാം ഘട്ട സമരപരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയെ ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ പാവപ്പെട്ട ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആതുര ശുശ്രൂഷ രംഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് CHCകൾ, PHCകൾ, താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ. ഇതെല്ലാം ഇന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഒരു ചികിത്സയും ലഭിക്കാതെ ഈ സർക്കാർ നോക്കുകുത്തിയാക്കിയ ഒരു സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് എന്നുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റായി കേരളത്തിലെ പിണറായി സർക്കാർ മാറി. നമുക്കറിയാമല്ലോ, ഇപ്പോ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ പെരുകുന്ന കാലഘട്ടമാണിന്ന്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷത വഹിച്ചു. ഉദുമ ബ്ലോക്ക് പ്രസിഡന്റ് ഭക്തവത്സലൻ സ്വാഗതം പറഞ്ഞു. DCC വൈസ് പ്രസിഡന്റ് സാജിദ് മവൽ, ജനറൽ സെക്രട്ടറിമാരായ VR വിദ്യാസാഗർ, അഡ്വക്കേറ്റ് PV സുരേഷ്, ഗീതാ കൃഷ്ണൻ, ധന്യ സുരേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ KP ബാലകൃഷ്ണൻ, N ബാലചന്ദ്രൻ, ശ്രീധരൻ വയലിൽ, മനോജ് തോമസ്, രവീന്ദ്രൻ കരിച്ചേരി, ഗോപാലൻ ഇരിയ, രാജൻ K അരീക്കര, നാരായണൻ മുണ്ടോട്ട്, നേതാക്കളായ KR കാർത്തികേയൻ, KK ബാബു, PC സുരേന്ദ്രൻ നായർ, ദിവാകരൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം.
സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം. മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സമരാഗ്നി യോഗം നടത്തി. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ മേഖലയെ സർക്കാർ അനാഥമാക്കിയെന്ന PK ഫൈസൽ. കാഞ്ഞങ്ങാട് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നടത്തുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. BJP തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ കടപ്പുറത്ത് ഭഗവതി കലയറ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. തന്ത്രി പടിഞ്ഞാറെ ഇല്ലത്ത് കേശവ് പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. പുല്ലൂർ തടത്തിൽ കൈരളി പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ തരിശിട്ട 5 ഏക്കർ പാടത്ത് കൃഷിയിറക്കി. ഉമാ നെൽവിത്തിട്ട് പൊന്നു വിളയിക്കാനാണ് കൈരളി പുരുഷ സ്വയം സഹായ സംഘം ലക്ഷ്യമിടുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.